ചെറുപുഴ ചെക്ക് ഡാമിൽ ഇക്കുറിയും ഷട്ടറിട്ടെങ്കിലും അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യാൻ നടപടിയില്ല. പുഴയിൽ വൻതോതിൽ മണൽ അടിഞ്ഞുകൂടിയതോടെ ഡാമിന്റെ ജലസംഭരണ ശേഷി കുറഞ്ഞു. ഇത് മലയോര മേഖലയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാക്കുമെന്ന ആശങ്കയും വർദ്ധിച്ചിരിക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തേജസ്വിനി പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ചെറുപുഴ കമ്പിപ്പാലത്തിന് സമീപം നിർമ്മിച്ച ചെക്ക് ഡാമിലെ ഫൈബർ ഷട്ടറുകൾ പുനഃസ്ഥാപിച്ചത്. ഷട്ടറുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും അടിഞ്ഞുകൂടിയ ചെളിയും മണലും വാരിമാറ്റാത്തതുകൊണ്ട് ചെക്ക് ഡാമിന്റെ ജലസംഭരണ ശേഷി വളരെയധികം കുറഞ്ഞതായി നാട്ടുകാർ പറയുന്നു. ഇതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യതയും വർദ്ധിച്ചു. പുഴയിൽ വൻതോതിൽ മണൽ അടിഞ്ഞുകൂടിയതാണ് ജലസംഭരണ ശേഷി കുറയാൻ കാരണമായത്. ഇപ്പോൾ ചെക്ക് ഡാമിന്റെ പല ഭാഗങ്ങളിലും മൺതിട്ടകൾ മാത്രമേ കാണാനുള്ളൂ. ഏറെക്കാലത്തെ മുറവിളിക്കൊടുവിൽ നബാർഡിന്റെ ധനസഹായത്തോടെ 2017 ചെക്ക് ഡാം നിർമ്മിച്ചത്. എന്നാൽ ഇതിനുശേഷം ഡാമിൽ നിന്ന് ഒരു പ്രാവശ്യം മാത്രമാണ് പേരിനു മാത്രം മണൽ വാരിയത്. കഴിഞ്ഞ കാലങ്ങളിൽ തുടർച്ചയായി ഉണ്ടായ മഴ മൂലമാണ് ഡാമിലേക്ക് വൻതോതിൽ മണൽ ഒഴുകിയെത്തിയത്. ഇത് നീക്കം ചെയ്യണമെന്ന് പഞ്ചായത്ത് ഒട്ടേറെ തവണ ജലവിഭവ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അനുകൂല നടപടികളൊന്നും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇന്നത്തെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. അല്ല, കഴിഞ്ഞ വർഷം പറഞ്ഞ മറ്റേ ഫൈബറിന് പലയിടാൻ വേണ്ടിയിട്ട് ബ്ലോക്കാക്കിയെന്ന് ചാക്കും കിട്ടാതെ എടുത്തിട്ടാണ് അവർ പലയിടുന്ന സമയത്ത് പറഞ്ഞാൽ ആ ചാക്കും കിട്ട് എടുത്ത് മാറ്റിയില്ല. അതുകൊണ്ടാണ് ഈ പൂഴി വന്ന് അടിയാൻ കാരണം. അങ്ങനെ ചാക്കും കിട്ട് അടി ഉണ്ടായതുകൊണ്ട് ഒഴുക്ക് വെള്ളം മാത്രമേ വന്നില്ല, ഇത് ആ ചെടി പുറത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിക്കിടക്കാൻ കാരണം. ഇത് ഇപ്പം പറഞ്ഞാൽ ജലസംഭരണിയിൽ പറഞ്ഞാൽ വെള്ളമില്ല, പൂഴി മാത്രമേ ഇവിടെ വന്ന് നിൽക്കുന്നില്ലൂ. ഇപ്പോൾ അവരിപ്പം വന്നിട്ട് ആദ്യം അതേപോലെ ഫൈബറിൻ്റെ പല്ലിട്ടിട്ട് അവർ പോയി പൈസയും മേടിച്ചിട്ട്. അപ്പോൾ ഇത് വാരണ്ട പറഞ്ഞാൽ പഞ്ചായത്ത് വേണ്ട ഇത് വാരണമെന്ന് പറഞ്ഞ് അത് ഇതൊരു വാരിട്ട് അവർ അതല്ല പലമത്രം ഇട്ടതിനെ കൊണ്ട് കാര്യമില്ല. ഈ മണ്ണും കൂടെ മാറ്റാണ്ട് പിന്നെ പലമത്രം ഇട്ടിട്ട് വല്ല കാര്യമുണ്ടാവും. അവർ പറഞ്ഞ പൈസ അവർക്ക് 10,000 രൂപ അവർക്ക് പൈസ പറഞ്ഞു. അവർ പൈസക്ക് അവർ പലകിയിട്ട് അവർ പോയി. പിന്നെ അവർക്ക് പിന്നെ നോക്കണ്ടല്ലോ, അവർ കരാറാറില്ലേ പലയിടണമെന്ന് പറഞ്ഞാൽ പലകിയിട്ടു അവർ പോവുകയും ചെയ്തു. ചെക്ക് ഡാമിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്ത് ജലസംഭരണ ശേഷി പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.